നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി എന്നത് ഒരു ശരാശരി മലയാളിയുടെ വലിയ സ്വപ്നം തന്നെയാണ്. എന്നാൽ ആ വലിയ സ്വപ്നത്തിന് വിള്ളൽ വീണു എന്ന വാർത്തയാണ് പ്രവാസ ലോകത്തിൽ നിന്നും പുറത്തു വരുന്നത്. വാർത്തയിലേക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികളുടെ ജോലി സാധ്യത അടയുമ്പോൾ ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യം തന്നെയാണ് ഓരോ പ്രവാസികളുടെയും മുന്നിൽ. അറബികൾ വലിയ തോതിൽ തൊഴിൽ രംഗത്തേക്ക് കടന്നതാണ് മലയാളികളടക്കമുള്ള വിദേശികൾക്ക് വിനയായത്. മുൻപ് മലയാളികളടക്കം ജോലി ചെയ്തിരുന്ന തസ്തികകളിൽ അറബി തിളക്കമാണ് ഇപ്പോഴുള്ളത്. അറബി വനിതകൾ കൂട്ടത്തോടെ ജോലിക്കെത്തിയതും മലയാളികൾക്ക് തിരിച്ചടിയായിട്ടുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടിയെത്തുന്ന അറബികൾ കീ പോസ്റ്റുകളിലെല്ലാം തന്നെ തിളങ്ങുകയാണ്. മുൻപ് അറബികൾ കാഴ്ചക്കാരായി നിന്ന തസ്തികകളിൽ അവർ എത്തിയതോടെ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്തു വന്ന മലയാളികളടക്കമുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നതാണ് സത്യം. ഇവരിൽ അധികം പേരും തിരിച്ചു മടങ്ങുകയാണ്. 55 വയസ്സ് കഴിഞ്ഞവരെ പൂർണ്ണമായും ഒഴിവാക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ. നേരത്തെ പ്രായത്തിനപ്പുറത്തും മികവും പരിചയ സമ്പത്തും കണക്കാക്കിക്കൊണ്ട് മലയാളികളെ തുടരാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മറ്റൊന്നാണ്. അബുദാബിയിലെ ദാസ് ഐലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ മുൻപ് പുരുഷന്മാർ മാത്രമായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ അവിടെ അറബി വനിതകളും ജോലിക്കെത്തിയത് മലയാളികളടക്കമുള്ളവർക്ക് ഭീഷണിയായിട്ടുണ്ട്. സൗദി അറേബ്യൻ തൊഴിൽ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു. സൗദി പൗരന്മാരുടെ ഇടയിലെ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതായാണ് ജനറൽ അതോറിറ്റിഫിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. മലയാളികളടക്കമുള്ള രാജ്യത്തെ വിദേശ തൊഴിലാളികളുടെ എണ്ണം 76%. 130 ലക്ഷം തൊഴിലാളികളിൽ 31 ലക്ഷം പേർ സ്വദേശികളും. മുൻപ് അങ്ങനെയല്ലായിരുന്നു സ്ഥിതി. വിദേശ ആധിപത്യമായിരുന്നു അവിടെ. എന്നാൽ അതിനെയാണ് ഇപ്പോൾ തച്ചുടച്ചിരിക്കുന്നത്. അറബി രാജ്യങ്ങളിലെ യുവതി യുവാക്കളുടെ ഇടയിലെ തൊഴിലില്ലായ്മ കുറഞ്ഞു വരികയാണ്. സ്വദേശികളിലെ തൊഴിലില്ലായ്മ നിരക്ക് 12% കുറഞ്ഞത്. തൊഴിൽ മന്ത്രാലയം, സൗദി ഓർഗനൈസേഷൻ ഓഫ് ജനറൽ ഇൻഷുറൻസ്, മാനവ വിഭവ നിധി, നാഷണൽ ഇൻഫോർമേഷൻ സെന്റർ എന്നിവയിൽ നിന്നുള്ള സ്ഥിതി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതോറിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ സർക്കാർ പോർട്ടലുകളിൽ ജോലിക്കായി രജിസ്റ്റർ ചെയ്ത അറബി ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 10 ലക്ഷത്തിലേറെയാണ്. ഇതിൽ സ്വന്തമായി ജോലി ചെയ്യുന്നവരുണ്ടെന്നും ആഭ്യന്തര നിക്ഷേപ മേഖലയിൽ അറബി പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട്. 2022 ആകുമ്പോൾ വിദേശികളെ പൂർണ്ണമായും പുറന്തള്ളി അറബികൾ പ്രധാന തസ്തികകളിൽ വാഴുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. തൊഴിലാളികൾക്ക് കുറഞ്ഞ ശമ്പളത്തിൽ മാത്രം ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ഇനി പ്രവാസ ലോകത്തിൽ നിന്നും വരാനിരിക്കുന്നത്. പ്രവാസികൾക്ക് തെല്ല ആശങ്ക ഉണർത്തുന്ന വാർത്തയാണ് ഇന്ന് പ്രവാസി മലയാളി പങ്കുവച്ചത്. എന്തായാലും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.